ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് ഈസി ആയിട്ടൊരു മെഴുക്ക് പുരട്ടി വെച്ചാലോ. ഞാൻ എപ്പോഴും മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങും 2 പച്ചമുളകും അതുപോലെ ഒരു അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു സവോളയും കൂടെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇതിൻ്റെ ഉരുളക്കിഴങ്ങും സവോളയും 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ അതിനെ തിരുമ്മി വെക്കാൻ പോകട്ടെ. ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ആവശ്യത്തിന് മാത്രം കടുക് ചേർക്കുക. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ ശരിക്കും ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ കറി വയ്ക്കുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള മഞ്ഞൾ നേരത്തെ എണ്ണയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. മഞ്ഞളും കൂടെ ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ തിരുമ്മി വെച്ചാൽ ഉരുളക്കിഴങ്ങും സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു നുള്ള് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ശരിക്കും കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇളക്കി ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി തുറന്ന് നോക്കണം കേട്ടോ. അത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വെള്ളം കുറവായിട്ട് വരുമോ, അത് കരിഞ്ഞു പോവുകയോ ചെയ്യുന്നുണ്ടോ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നോക്കണേ. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് വേകാറായതാണോ എന്ന്. 10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ 10 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ അത് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പരുവത്തിലെടുക്കുക. അല്ലെങ്കിൽ അടപ്പ് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ഫ്ലെയിം കൂട്ടിയിട്ട് 2 മിനിറ്റ് വേണ്ടായിരിക്കും, ഒരു 1 മിനിറ്റ് നേരം ഫ്ലെയിം കൂട്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും കറി റെഡിയാവും. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം കഴിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ, വേറെ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മതിയായിരിക്കും. ഞാൻ ഇടയ്ക്ക് എനിക്ക് മടി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണേ. അപ്പം ഈസി മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.